ദിവസത്തെ UAE സന്ദർശനത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി ഖത്തറിലെത്തിയത്. മടങ്ങി വരുമ്പോൾ നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളിലെ ഏറ്റവും പ്രധാനം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചിത്രം ആദ്യം പൂർത്തിയാവുന്ന ഒരു മണ്ഡലമായി കോട്ടയം മാറുന്നു എന്നതാണ്. തോമസ് ചാഴികാടനെ കേരള കോൺഗ്രസും സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അത് ഇടതുമുന്നണിയിലെ സീറ്റ് ധാരണ പൂർത്തിയായതിനു തൊട്ട് പിറ്റേന്ന് തന്നെ പ്രഖ്യാപനം നടത്തി ഒരു പടി മുന്നിലെത്താൻ ഇടത് കേന്ദ്രങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തോമസ് ചാഴികാടൻ പ്രചരണം ആരംഭിച്ചും കഴിഞ്ഞു. ഫ്രാൻസിസ് ജോർജ് തന്നെയായിരിക്കും ജോസഫ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി. പക്ഷേ അവിടെ ആ പ്രഖ്യാപനത്തിന് ചില സാങ്കേതിക തടസ്സങ്ങൾ ഇപ്പോഴും ബാക്കിയുണ്ട്. കാരണം UDFിൽ ഇപ്പോഴും സീറ്റ് ധാരണ അന്തിമമായി പ്രഖ്യാപിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജിനെ തന്നെ തിരഞ്ഞെടുത്തുണ്ട്. അനൗദ്യോഗികമായുള്ള പ്രചരണത്തിലേക്ക് ഫ്രാൻസിസ് ജോർജും കടന്നു എന്നതാണ് കോട്ടയത്തിന്റെ രാഷ്ട്രീയ ചിത്രം. കോട്ടയത്തെ ഈ രാഷ്ട്രീയ സാധ്യതകളിൽ എന്താണ് ഇപ്പോഴത്തെ ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ ഒരുക്കങ്ങൾ, അതെങ്ങനെ മുന്നോട്ട് പോകുന്നു, ഒപ്പം തന്നെ കോട്ടയത്തിന്റെ രാഷ്ട്രീയം ആർക്കനുകൂലം, എങ്ങനെ ചിന്തിക്കുന്നു തുടങ്ങിയ പ്രധാനപ്പെട്ട ചോദ്യവുമുണ്ട്. ഇത്തവണ ഇടത് വലത് മുന്നണികൾക്ക് ഒപ്പം ശക്തമായ സാന്നിധ്യം NDAയും അവിടെ അറിയിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇത്തവണ BJP സീറ്റ് BDJSന് കൈമാറി ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥി വരും. തുഷാർ വെള്ളാപ്പള്ളി തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. നമുക്കതിൻ്റെ രാഷ്ട്രീയം കൂടി വിശദമായി പരിശോധിക്കാം. ശ്രീജിത്ത് കോട്ടയത്ത് നിന്നും ചേരുന്നു. ശ്രീജിത്ത്, നമ്മൾ തുടർച്ചയായി കോട്ടയത്തിന്റെ രാഷ്ട്രീയം എങ്ങോട്ട് പോകുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്ന കാര്യം പരിശോധിച്ചു വരികയാണ്. ഇന്നിത് വീണ്ടും എടുക്കുമ്പോൾ ഫ്രാൻസിസ് ജോർജിനെ പ്രഖ്യാപിക്കാൻ സാങ്കേതിക തടസ്സമാണ് കേരള കോൺഗ്രസിന് മുന്നിലുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് മറികടന്ന് UDF യോഗത്തിന് ശേഷം പ്രഖ്യാപനം നടത്തുക എന്ന ഘട്ടം മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ UDFിലെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്. ശ്രീജിത്ത്. തീർച്ചയായും അത്രേ ഉള്ളൂ സജിത്ത്. നേരത്തെ തന്നെ ഈ മാസം 5-ന് ചേർന്ന UDF യോഗത്തിന് ശേഷം 6-ന് പ്രഖ്യാപിക്കാനിരുന്നതാണ്. പക്ഷെ അപ്പോഴും UDFിലെ ധാരണ പൂർത്തിയായിരുന്നില്ല. ഇപ്പോൾ ഇന്നലെ UDF യോഗം വെച്ചു, ഇന്നലെയും പൂർത്തിയായിരുന്നില്ല. ഇന്ന് ഹൈക്കമാൻഡുമായി ഡൽഹിയിൽ ഇക്കാര്യങ്ങളിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. ലീഗിന്റെ സീറ്റ് ചർച്ചയുമായി ബന്ധപ്പെട്ട് അത് പൂർത്തിയായാൽ ഉടൻ പ്രഖ്യാപനം എന്നുള്ളതാണ്. ഇനി അങ്ങനെ പൂർത്തിയായില്ലെങ്കിലും പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ RSPക്കും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും UDF നേതൃത്വം അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടാകും. ഏത് സമയത്ത് പ്രഖ്യാപിക്കണം എന്നത് മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. നേതാക്കളെല്ലാം തിരുവനന്തപുരത്ത് നിയമസഭയുമായി ബന്ധപ്പെട്ടാണുള്ളത്. കോട്ടയത്തെത്തി പ്രഖ്യാപനം എന്നതാണ് അവരുടെ മനസ്സിലുള്ളത്. അതുകൊണ്ട് തന്നെ അതും ഒരു പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും ഏറ്റവും അടുത്ത ദിവസങ്ങൾ, കാരണം കേരള കോൺഗ്രസ് നേതൃത്വം ഇന്നലെ രാത്രി UDF നേതാക്കളുമായി നടത്തിയ ആശയവിനിമയത്തിലും ചൂണ്ടിക്കാട്ടിച്ചത് LDFിലെ കേരള കോൺഗ്രസ് തോമസ് ചാഴികാടൻ ഇതിനകം പ്രചരണവുമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു, പലയിടത്തും ചുവരുകൾ എഴുതാൻ തുടങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും ഈ UDFിലെ സീറ്റ് ധാരണ വൈകുന്നു എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഇത് മാറ്റിവെക്കാനാകില്ല എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. അത് UDF നേതൃത്വം മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിനും ഒപ്പം തന്നെ RSPക്കും ഇത് സംബന്ധിച്ചുള്ള അനുമതി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ നൽകാൻ കഴിയുന്നവരും. അങ്ങനെയെങ്കിൽ നാളെയോ മറ്റന്നാളോ പ്രഖ്യാപനം ഉണ്ടാകുന്നു. വളരെ പെട്ടെന്ന് തന്നെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുകയാണ്. പക്ഷേ BDJS ആണ് കോട്ടയത്ത് മത്സരിക്കുന്നതെങ്കിലും അവിടെയും പക്ഷെ BJPയുടെ ഈ K സുരേന്ദ്രന്റെ യാത്രയൊക്കെ പൂർത്തിയായ ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഔദ്യോഗികമായൊരു പ്രഖ്യാപനം ഉണ്ടാകുക. പക്ഷേ BDJS കോട്ടയത്ത് എത്തിയാൽ, തുഷാർ വെള്ളാപ്പള്ളി എത്തിയാൽ അതൊരു പുതിയ പല രാഷ്ട്രീയ സമവാക്യങ്ങളുടെയും മത്സരം കൂടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. വോട്ടിംഗ് പാറ്റേണിലടക്കം പല വ്യത്യാസങ്ങളും ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പായി അത് മാറും. സജിത്ത്, അത് വളരെ കൃത്യമായ നിരീക്ഷണമാണ്. കാരണം ഇതുവരെ BDJ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി തന്നെ വരുമ്പോൾ BJPക്ക് ഇതുവരെ ലഭിക്കാത്ത ചില വോട്ടുകൾ കൂടി ആ ചേരിയിലേക്ക് പോകുമോ എന്ന സ്വാഭാവിക രാഷ്ട്രീയ ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ കോട്ടയം മണ്ഡലത്തെ നമ്മൾ വിശദമായി പരിശോധിക്കുമ്പോൾ കോട്ടയത്തെ 2 നിയമസഭാ മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം UDFിൻ്റെ സിറ്റിംഗ് മണ്ഡലങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ഒരു രാഷ്ട്രീയ മേൽക്കോയ്മ UDFിന് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണ UDFിൽ നിന്ന് ജയിച്ച തോമസ് ചാഴികാടൻ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ ട്രെൻഡ് എങ്ങനെയാണ്? അതായത് ഈ സംസ്ഥാനത്തിൻ്റെ പൊതുവിവാദങ്ങളും വിഷയങ്ങളും ചർച്ചയാവുന്നതിനപ്പുറം ഈ മണ്ഡലത്തെ തന്നെ പൊതുവിൽ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ കോട്ടയത്തുണ്ടോ?
തീർച്ചയായും ഉണ്ട് സജിത്ത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റബ്ബർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ്. കോട്ടയത്തിന്റെ കാർഷിക പ്രശ്നങ്ങളുണ്ട്, നെൽ പ്രശ്നങ്ങൾ വളരെ കാര്യമായി തന്നെ ഉള്ള കർഷകരുടെ പ്രശ്നങ്ങളുള്ള ഒരു മണ്ഡലം കൂടിയാണ് കോട്ടയം. അതേപോലെ തന്നെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട ഉണ്ടാകുന്ന വിവാദങ്ങൾ, ഇതൊക്കെ ബാധിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്നെയായിരിക്കും കോട്ടയത്ത് ഉണ്ടാകുക എന്ന യാതൊരു സംശയവുമില്ല. പക്ഷേ പാർലമെന്റ് തെരഞ്ഞെടുപ്പാണ്, അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയ സാഹചര്യം കൂടി കോട്ടയത്തും ബാധകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പൊതുവെ ഒരു UDFന്റെ കോട്ട എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് അപവാദമായി സുരേഷ് കുറുപ്പ് നേടിയ വിജയമാണ്. അത് പക്ഷേ ഒരു വ്യക്തിപരമായ സുരേഷ് കുറുപ്പ് എവിടെ നിന്നാലും ജയിക്കുന്ന ആള് എന്നുള്ളതാണ് UDF ക്യാമ്പ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പുറത്തെ LDF ക്യാമ്പിന്റെ ഒരു ആത്മവിശ്വാസം നിങ്ങൾ നോക്കൂ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വന്ന ശേഷം CPM-ഉം കേരള കോൺഗ്രസ് എമ്മും ചേർന്ന് 50-ലധികം, ആകെയുള്ള 70 പഞ്ചായത്തുകളിൽ 50-ലധികം പിടിച്ച ചരിത്രമാണുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പക്ഷേ അവർക്ക് പാലയും കടുത്തുരുത്തിയും നഷ്ടമായ സാഹചര്യമുണ്ട് ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഏറ്റവും ഒടുവിലുള്ള രാഷ്ട്രീയ സാഹചര്യം തങ്ങൾക്ക് അനുകൂലമാണെന്ന് UDF പറയുന്നു. അങ്ങനെ രാഷ്ട്രീയ ബലാബലം അവിടെ ഉണ്ട്. സജിത്ത്, അതിൽ ഏറ്റവും കൗതുകരമായിട്ടുള്ളത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം, ഏതാണ്ട് 70-ന് ശേഷം ആദ്യമായാണ് കേരള കോൺഗ്രസുകൾ നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ബലപരീക്ഷണം ഉണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ജോസഫ് ഗ്രൂപ്പിനല്ല ഞങ്ങൾക്കാണ് സ്വാധീനമെന്ന് കേരള കോൺഗ്രസ് എം പറയുന്നുണ്ടായിരുന്നു. താഴെത്തട്ടിൽ തങ്ങൾക്കാണ് ബന്ധവും അടിത്തറയും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ ബലാബലം തെളിയിക്കാനുള്ള ഒരു പോരാട്ടം കൂടിയായി ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കോട്ടയത്തെ പോരാട്ടം മാറും. അതാണ് വളരെ ശ്രദ്ധേയമായ നിരീക്ഷണമാണ്. വർഷങ്ങൾക്ക് ശേഷം കേരള കോൺഗ്രസുകൾ നേരിട്ട് ഏറ്റുമുട്ടുന്ന, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പായി ഇത്തവണത്തെ കോട്ടയം തെരഞ്ഞെടുപ്പ് മാറുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. അത്തരം രാഷ്ട്രീയ സാഹചര്യവും കൗതുകവും ഏറ്റവും അധികം ശ്രദ്ധേയവുമാണ്. എന്തായാലും പൊതുവായ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് നമ്മൾ ന്യൂസ് ട്രെൻഡ്സിൽ പരിശോധിച്ചത്. CPM-നകത്തെ നീക്കങ്ങൾ, CPM-ന്റെ ചർച്ചകൾ, മുസ്ലിം ലീഗിന്റെ 3ാം സീറ്റ്, ഒപ്പം തന്നെ കോട്ടയത്തെ രാഷ്ട്രീയവുമാണ് നമ്മൾ പരിശോധിച്ചത്. ന്യൂസ് ട്രെൻഡ്സ് തുടരും മറ്റു ചില വിശദമായ വാർത്തകളുമായി. അതിനു മുമ്പ് വാർത്തകൾ വേഗത്തിലുമായി സുവി വിശ്വനാഥൻ ചേരും. ഇടവേളയിലേക്ക് പോയ ശേഷം മടങ്ങി വരും.